ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബ്രെഡ് പനീർ ടിക്ക പിസ്സ. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സാൻഡ്വിച്ച് ബ്രെഡ് 4 സ്ലൈസ്, മൊസറല്ല ചീസ്, പനീർ 1 കപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, ലെമൺ ജ്യൂസ് 1 ടീസ്പൂൺ, ഒലീവ്സ് ആവശ്യത്തിന്, 1 സവാള അരിഞ്ഞത്, 1 തക്കാളി അരിഞ്ഞത്, ക്യാപ്സിക്കം 1/2 കപ്പ് അരിഞ്ഞത്, ബട്ടർ ആവശ്യത്തിന്, കട്ട തൈര് 2 ടേബിൾ സ്പൂൺ, പിസ്സ സോസ് ആവശ്യത്തിന്, ഗരം മസാല 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്. ആദ്യം ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഇടാം. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. ഇനി മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നാരങ്ങാ നീര് ഒഴിക്കാം. ഇനി നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് പനീർ ക്യൂബ്സ് ഇട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ക്യൂബ്സ് ഇടാം. പനീറിൻ്റെ ഗ്രേവി ഒന്ന് തിക്കായി കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പോൾ പനീറിൻ്റെ ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട്. പനീറിൻ്റെ ആ പച്ചച്ചുവയെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ബ്രെഡ് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. അതിന് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. റൗണ്ട് ഷേപ്പിൽ കിട്ടാൻ ഒരു പാത്രത്തിൻ്റെ അടപ്പോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം ഉപയോഗിച്ച് നമുക്കിത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിനു മീതെ ബട്ടർ തേക്കാം. ഇനി ഇതിനു മീതെ പിസ്സ സോസ് തേക്കാം. ഇനി ഇതിൻ്റെ മീതെ മൊസറല്ല ചീസ് ഇടാം. ഇനി ഇതിലേക്ക് അല്പം സവാള അരിഞ്ഞത് ഇടാം. ഇനി ഇതിന് മീതെ തക്കാളി അരിഞ്ഞത് ഇടാം. ഇനി നമുക്ക് പനീർ ക്യൂബ്സ് വെക്കാം. ഇനി ഇതിന് മീതെ ക്യാപ്സിക്കം വെക്കാം. ഇനി അല്പം ഒലീവ്സ് വെക്കാം. ഇനി മൊസറല്ല ചീസ് കുറച്ചുകൂടെ വെക്കാം. പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ബട്ടർ ഇടാം. പിസ്സ നമുക്ക് ഇതിലേക്ക് ഇറക്കി വെക്കാം. വളരെ ലോ ഫ്ലെയിമിൽ വെച്ച്
ഒരു 3 തുടങ്ങി 4 മിനിറ്റ് വരെ ഇത് മൂടി വയ്ക്കുക. പിസ്സയുടെ അകത്ത് ഇട്ടിരിക്കുന്ന മൊസറല്ല ചീസ് മെൽറ്റായി വരുന്നത് വരെ നമ്മളിത് ബേക്ക് ചെയ്യണം. ചീസ് നന്നായി മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നു നോക്കാം. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ബ്രെഡ് പനീർ ടിക്ക പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.